നാഷണൽ എക്സ്പ്രസിൽ നിന്ന്. അമ്മേ, ചേച്ചിക്ക് ജോലി കിട്ടി. എന്തേ, വിശ്വാസമായില്ലേ? സ്വപ്നത്തിൽ പോലും എനിക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്കറിയായിരുന്നു കിട്ടുമെന്ന്. ഞാൻ ഒത്തിരി കളിയാക്കാറുണ്ടെങ്കിലും നിനക്കൊരു ജോലി കിട്ടണമെന്നാ ദിവസവും പ്രാർത്ഥിക്കാറ്. അതിന്റെ ക്രെഡിറ്റ് നിനക്ക്. എന്റെ സ്മാർട്ട്നെസ്സും ബുദ്ധിയും കണ്ടിട്ടാ എന്നെ ജോലിക്കെടുത്തത്. ജോലി കിട്ടിയപ്പോഴേ നില മറക്കല്ലേ മോളെ. നിനക്ക് അസൂയ, മുഴുത്ത അസൂയ. അമ്മ പറയാറില്ലേ മോളെ, നിരന്തര പ്രയത്നം വിഫലമാവില്ലെന്ന്. ആദ്യത്തെ ശമ്പളം കിട്ടിയാൽ മുത്തശ്ശനൊരു ബോട്ടിൽ വാങ്ങിത്തരും. ഇത്തിരി നിറമുള്ളത് കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യത്തെ ശമ്പളം കിട്ടിയാലുടൻ ഞാനിവനെ ഒരു നല്ല തൂമ്പ വാങ്ങിക്കൊടുക്കും. പറമ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിളക്കട്ടെ. പ്രഭാവതിയുടെ വീടല്ലേ? അതെ. ഞാൻ നാഷണൽ എക്സ്പോർട്സിൽ നിന്നാണ്. വണ്ടി വന്നിട്ടുണ്ട്. എന്തിനാ? കമ്പനിയിലെ സ്റ്റാഫുകൾ വരണതും പോണത് ഈ വണ്ടിയില്ല. ചേച്ചി, ഇത് കമ്പനി വണ്ടി ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. വല്ല തട്ടിപ്പുകാരുമായിരിക്കും. അതെ, ഞാൻ ബസ്സിൽ വന്നോളാം. ടാറ്റയുടെയും ബിർളയുടെയും കമ്പനിയല്ലേ, വണ്ടി അയച്ച സ്റ്റാഫിനെ കൊണ്ടുപോകാൻ. നീ എന്താ വണ്ടി പോവാഞ്ഞ്? അത് നാഷണൽ എക്സ്പോർട്സിന്റെ വണ്ടിയല്ലേ? ദൈവമേ, കമ്പനി വണ്ടി തന്നെയാ. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് എന്റെ സ്ട്രിക്റ്റാ. ഈ മുത്തസിന്റെ വാക്ക് കേട്ട് ഞാൻ പെരുവഴിയിലായാലും എന്റെ ഈശ്വരാ. ചേട്ടാ ചേട്ടാ, എന്നെ ഒന്ന് സ്കൂട്ടറിൽ കൊണ്ടുവിടോ. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയിട്ട് ചെന്ന പ്രോബ്ലം ആവും. അയ്യോ, ഞാൻ ആ വഴിക്കല്ല. ഒന്ന് കൊണ്ടുവിടടാ, നിന്റെ പെങ്ങളല്ലേ? ആണോ? അടിയാണ്. ഇന്നേതായാലും നീ കറക്റ്റ് സമയത്ത് ആപ്പിരിക്കും. ഒരു മിനിറ്റ്. വണ്ടി ശരിയാവോ? ശരിയാവും. കൊണ്ട് കളയാമോ ഈ പാട്ട വണ്ടി? ഞാൻ ബസ്സിൽ പോകണം. അതാ ബുദ്ധി. ഒരു 5 മിനിറ്റ് വേണ്ട. മോർണിംഗ്. ഫ്രഷ് അപ്പോയിന്റ്മെന്റ്. എന്താ കുട്ടിയുടെ പേര്? പ്രഭാവതി. കയറിയില്ലേ? ഇല്ല സാർ, അവർക്ക് കമ്പനി വണ്ടിയിൽ വരാൻ എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ. ടാറ്റായും ബിർളയും പോലെ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ. അഹങ്കാരിയാണല്ലേ? ഇന്ന് ബസ് കിട്ടി ഓഫീസിലെത്തുമ്പോ ആ കുട്ടി ഒരുപാട് വൈകും. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസ്മസ് ചെയ്തേക്കാം അല്ലേ? നാഷണൽ എക്സ്പോർട്സ് വരെ പോണം. എത്രയാവും? 60 രൂപ. വേണ്ട, പൊയ്ക്കോ. ഒരു ലിഫ്റ്റ് തരൂ ടൗണിലേക്ക്. ഒരു ലിഫ്റ്റ് തരുമോന്ന്? പ്ലീസ്. എന്താ പേര്? പ്രഭ. ഐ ആം ശരത്. പഠിക്കേ? അല്ല, ജോലിയുണ്ട്. എന്നും ഈ നേരത്താണോ വരിക? നേരമില്ലാത്ത നേരത്ത് അവന്റെ ഒരു കിന്നാരം പറിച്ചില്. എന്താ? അല്ല, പതുക്കെ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂന്ന്. എനിക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടം. അയ്യോ, ഞാൻ സ്പീഡിലെ ഓടിക്കാറ്. എന്റെ സ്പീഡ് കണ്ടിട്ട് പ്രഭക്കുട്ടി പേടിച്ചാലെന്ന് വിചാരിച്ചിട്ടാ സ്പീഡിൽ ഓടിക്കട്ടെ. വേണമെങ്കിൽ എന്നൊന്ന് പിടിച്ചിരുന്നോ ഒരു സേഫ്റ്റിക്ക്? വേണ്ട, വണ്ടി പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സ്പീഡ് ആയിക്കൂടെ? ഇതിന് വലിയ ചാകാനം മറ്റിറങ്ങിയതാണോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്.
കമിൻ സർ? യെസ്. സോറി സർ, എനിക്കൊരു അബദ്ധം പറ്റി. കമ്പനി വണ്ടിയാണ് രാവിലെ വീട്ടിൽ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. വീടിന്റെ മുന്നിൽ ഒരു ബസ് വന്ന് നിൽക്ക, ഒരാൾ ഇറങ്ങി വന്ന് കയറിക്കോളം പറയാ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ വന്ന് വണ്ടി കയറിക്കോളം പറഞ്ഞ എന്നെ പോലൊരു പെണ്ണ് എങ്ങനെ വിശ്വസിക്കാ സർ? ഓക്കെ ഓക്കെ, ജോയിൻ ചെയ്തോളൂ. ഒന്ന് എഴുന്നേക്കണം സർ, പ്ലീസ് ഒന്ന് എഴുന്നേക്കണം സർ. ഞാനോ? ഞാനെന്തിനാ എഴുന്നേൽക്കുന്നത്? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാ. എന്നെ അനുഗ്രഹിക്കണം സർ. എന്താ ഇത്? കുട്ടി എഴുന്നേറ്റുള്ളൂ. നന്നായി വരും. അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു സാറിന്റെ അനുഗ്രഹം വാങ്ങിയിട്ടേ ജോയിൻ ചെയ്യാവൂന്ന്. കുട്ടിയുടെ അമ്മ ടീച്ചറായിരുന്നു അയ്യങ്കാവ് സ്കൂളിൽ. ഏറ്റവും നല്ല മാതൃകാ അധ്യാപികയ്ക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. അയ്യങ്കാവ് സ്കൂളിലോ? പേര്? ശാരദ. ടീച്ചറമ്മ. അമ്മയില്ലാത്ത എനിക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ആ ടീച്ചറിൽ നിന്ന് കിട്ടിയതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ട് പിന്നീട് ആ ടീച്ചറമ്മയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മറന്നു എന്ന് തന്നെ പറയാം. അറിയാതെയാണെങ്കിലും ശാരദ ടീച്ചറിന്റെ മോൾക്ക് ജോലി കൊടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശാരദ ടീച്ചറിന്റെ എല്ലാ ഗുണങ്ങളും ആ പെങ്കൊച്ചിന് കിട്ടിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നിനക്ക് ആ പെൺകുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ ഒരു അഹങ്കാരിയാണെന്ന് തോന്നുമെങ്കിലും വളരെ വിനയവും അച്ചടക്കവും ആ കുട്ടിക്കുണ്ട്. വല്ല റൊമാൻസും തോന്നി തുടങ്ങിയോ? ചേട്ടൻ എന്തായി പറയുന്നത്? അങ്ങനെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, തോന്നിയില്ലെങ്കിലാ പ്രശ്നം. അവൾ എന്റെ ഓഫീസിലെ സ്റ്റെനോ ആണ്. ആയിക്കോട്ടെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നീ ഏറ്റവും ബഹുമാനിക്കുന്ന നിന്റെ ടീച്ചറുടെ മകൾ കൂടിയല്ലേ? നമുക്കതങ്ങ് ആലോചിച്ചാലോ? അത് വേണോ? വേണ്ട കൈമളേട്ടാ. വേണം. ഒരു പെണ്ണിനെയും കണ്ട ഇഷ്ടപ്പെടാത്ത നിനക്ക് ആ കുട്ടിയോടൊരു താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ഞാനിത് ആലോചിക്കാൻ തീരുമാനിച്ചു. തീരുമാനിക്കുന്നതിന് മുമ്പ് അവളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയണ്ടേ? ശേഖരൻകുട്ടിയെ എനിക്ക് വലിയ ഇഷ്ടാ. ശേഖരൻകുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ അച്ഛനും മരിച്ചു. ബന്ധുക്കൾ എന്ന് പറയാൻ ആകെ ഒരു ആന്റി ഉണ്ട്, അവർ അമേരിക്കയില. പിന്നെ അടുത്തൊരാളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സുഹൃത്തും വഴിയാട്ടിയൊക്കെ. ഇതുവരെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റാഞ്ഞതുകൊണ്ടാണ് വിവാഹം നീട്ടിക്കൊണ്ടുപോയത്. ആലോചിച്ചിട്ട് കുട്ടിക്കൂടി പൂർണ്ണ ബോധ്യമായിട്ട് മതി തീരുമാനം. ഇനി പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നം മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. പോവാൻ വരട്ടെ. ഇതൊന്ന് പറഞ്ഞിട്ട് പോവൂ. എന്ത്? ആ പെണ്ണിന് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ചോദിക്കണം. അയ്യേ, അതിന്റെ പിന്നാലെ ചെന്ന് എക്സ്ക്യൂസ് മീ എന്നെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ നാണമാവില്ലേ? ഒന്നുമില്ലേലും ഞാൻ അവളുടെ എം ഡി അല്ലേ. എന്നാ പിന്നെ ചോദിക്കണ്ട. അല്ല, ചോദിച്ചാൽ എന്താ കുഴപ്പം? എന്നാ ചോദിക്കുന്നേ. അത് കൈമളേട്ടൻ തന്നെ പ്രഭാവതിയോട് ഒന്ന് ചോദിക്കണം, എന്നെ ഇഷ്ടമാണോന്ന്. അപ്പോഴേ ഞാൻ നിന്റെ ആരാ? കല്യാണ ബ്രോക്കറോ? ഐ എം എൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, യു നോ ദാറ്റ്. ചെന്ന് അവളോട് പറയടാ ഐ ലവ് യു എന്ന്. ഐ ലവ് യു മിസ് പ്രഭാവതി. ഇതൊന്നും ഞാൻ പറഞ്ഞ